ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. 5 നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ന് ബംഗാളിലെ രണ്ടാം ഘട്ടത്തോടുകൂടി അവസാനിച്ചത്. ഇനി അടുത്ത മണിക്കൂറുകൾ എക്സിറ്റ് പോളുകൾക്കുള്ള കാത്തിരിപ്പാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണം അനുസരിച്ച് 6:30 മണിക്ക് എക്സിറ്റ് പോളുകൾ പുറത്തുവിടുവാൻ കഴിയുകയുള്ളൂ. കൃത്യം 6:30 മണിക്ക് തന്നെ ആദ്യ എക്സിറ്റ് പോൾ ഫലം പുറത്തുവരും. അത് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോളാണ്. ന്യൂസ് 18 കേരളത്തിലൂടെ മാത്രമായിരിക്കും വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത്. ഒരു വോട്ടെണ്ണൽ ദിവസത്തെ ആകാംക്ഷയോടെ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരാൻ ഇനി 25 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. വളരെ കൃത്യമായി, വളരെ ആക്യുറേറ്റായി തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലമാണ് പ്രേക്ഷകർ 25 മിനിറ്റിനുള്ളിൽ ന്യൂസ് 18 സ്ക്രീനിൽ കാണുക. തന്നെ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വോട്ട് വൈബ് എല്ലാ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ സർവേ നടത്തിയിരുന്നു. അത് കേരളത്തിലെ സർവേ ഫലം നേരത്തെ ന്യൂസ് 18 കേരളം പുറത്തുവിട്ടതാണ്. 1, 2, 3 ഘട്ടങ്ങളിലായിട്ടാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലം പുറത്തുവിട്ടത്. അന്ന് ആദ്യം 2 മുന്നണികൾക്കും മാറി മാറിയുള്ള അല്ലെ, തുടക്കത്തിൽ LDF-ന് മേധാവിത്വം ആ സർവേയുമായി ബന്ധപ്പെട്ട് വോട്ട് വൈബ് നൽകിയിരുന്നു. പിന്നീട് അത് UDF-ലേക്ക് പതുക്കെ മാറി. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക്, ഒരു അപ്രമാദിത്യം എന്ന തരത്തിലൊന്നും കാര്യങ്ങൾ ഈ സർവേകളിൽ ഇതുവരെ വന്നില്ല എന്നുള്ളതാണ്. വോട്ട് വൈബിന്റെ എല്ലാ സർവേകളിലും അങ്ങനെയായിരുന്നു. 1, 2, 3 ഘട്ട സർവേകളിൽ വോട്ട് വൈബ് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ അന്തരീക്ഷം ആണ് കേരളത്തിലുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. അത് തന്നെയാണോ എക്സിറ്റ് പോളിലും പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്ത ആളുകളുടെ അവരുടെ അഭിപ്രായമാണ് വരുന്നത്. ഏത് മുന്നണിക്ക്, ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്ന കാര്യമാണ് എക്സിറ്റ് പോളിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവേയേക്കാൾ എക്സിറ്റ് പോളുകളായിരിക്കും കൂടുതൽ വിശ്വസനീയം. അതായത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് എക്സിറ്റ് പോളിന്റേതാണ്. കേരളത്തിലെ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട് നമ്മൾ കാത്തിരിക്കുന്ന ഫലമാണ്. തമിഴ്നാട്ടിൽ വിജയപ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം, സ്റ്റാലിൻ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം, ബംഗാളിൽ മമതാ ബാനർജി വീണ്ടും ഭരിക്കുമോ എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയും വോട്ടിംഗ് ശതമാനം കൂടുതലാണ്. ഒന്നാം ഘട്ടത്തിലെ പോലെ തന്നെ ആവേശകരമായിട്ട് ബംഗാളിൽ ഇത്തവണയും രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ് നടന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളം കഴിഞ്ഞാൽ ഞാൻ പ്രാധാന്യത്തോടെ കാണുന്നത് ബംഗാൾ തന്നെയാണ്. പിന്നെ തമിഴ്നാട്, പിന്നെ അസം, പോണ്ടിച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വരും. എന്തായാലും കാത്തിരിക്കുന്നത് കേരളത്തിന്റെ കാര്യമാണ്. കേരളത്തിൽ ഇത്തവണ ഭരണ തുടർച്ചയാണോ അതോ ഭരണമാറ്റമാണോ ഉണ്ടാകാൻ പോകുന്നത്? നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്ന സിറ്റുവേഷനിൽ എത്രത്തോളം മാറ്റം വന്നിരുന്നു? എക്സിറ്റ് പോളുകൾ എന്താണ് പറയാൻ പോകുന്നത്? കൃത്യം 6:30 തന്നെ വോട്ട് വൈബിന്റെ ന്യൂസ് 18 കേരളത്തിലൂടെ മാത്രമാണ് വോട്ട് വൈബിന്റെ ഏറ്റവും വിശ്വസനീയമായ ഒരു, വളരെ ആക്യുറേറ്റ് ആയി തന്നെ ഓരോ മേഖലകൾ തിരിച്ചുള്ള ഒരു സർവേ ആയിരിക്കും. ഈ എക്സിറ്റ് പോൾ ഫലമായിരിക്കും പ്രേക്ഷകർ. മേഖല എന്ന് പറയുമ്പോൾ വടക്കൻ കേരളം, തെക്കൻ കേരളം, മധ്യ കേരളം, ഈ 3 ഭാഗങ്ങളിലെയും എങ്ങനെയാണ് UDF-നും LDF-നും NDA-ക്കും കിട്ടാൻ പോകുന്ന സീറ്റുകൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതിഫലിക്കും. അത് മാത്രമല്ല, കാസ്റ്റ് വൈസ് ക്രിസ്ത്യൻ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ, ഹിന്ദു വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി, BJP പ്രതീക്ഷിക്കുന്നത് പോലെ ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങോട്ടേക്ക് വരുമോ, അപ്പർ കാസ്റ്റ് ഹിന്ദുസിന്റെ വോട്ട് എങ്ങനെയുണ്ടാകും, ഒപ്പം മെയിൽ ഫീമെയിൽ കണക്കുകൾ ഉണ്ടാകും. വളരെ കൃത്യമായി തന്നെ മേഖലകൾ തിരിച്ച് കാസ്റ്റ് വൈസ് ആയിട്ടുള്ള വളരെ കൃത്യമായ റിസൾട്ട്. വോട്ട് വൈബിന്റെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സർവേകളിൽ ആരായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ പിണറായി വിജയൻ ആയിരുന്നു മുൻതൂക്കം ആ 3 സർവേകളിലും ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാമത് തൊട്ടടുത്ത് തന്നെ VD സതീശനും എത്തിയിരുന്നു. എക്സിറ്റ് പോളിലും ഈ വോട്ട് ചെയ്ത ആളുകൾ എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയാകാൻ താല്പര്യം, അവർ താല്പര്യപ്പെടുന്നത് പിണറായി വിജയനെയാണോ, VD സതീശനെയാണോ, രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. തുടങ്ങിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏത് ആർക്കാണ് മുൻതൂക്കമുള്ളത് എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാം ഘട്ട സർവേ ഫലങ്ങൾ, രണ്ടാം ഘട്ട, 3 ഘട്ടമായ സർവേ ഫലങ്ങളിലും പിണറായി വിജയനും ഒപ്പം സതീശനുമായി നെക്ക് ടു നെക്ക് ആയിരുന്നു. ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ മുന്നിൽ വരുന്നു, പിന്നീട് സതീശന് ഒരു ചെറിയ നാരോ എഡ്ജ് ഉണ്ടാകുന്നു. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി പോരാട്ടത്തിലും ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ പ്രേക്ഷകർ വേണമെങ്കിൽ ആ ഡേറ്റ് ഒന്നോടെ ഓടിച്ചു നോക്കാം. കാരണം ഇനി 25 മിനിറ്റ് സമയമുണ്ട്. എക്സിറ്റ് പോൾ, വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണം അനുസരിച്ച് 6:30 മണിക്ക് മാത്രമേ പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ 25 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ സർവേയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്ന സമയത്ത്, അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത്, അത് ആദ്യ സർവേ വോട്ട് വൈബ് നടത്തിയത് 23-ാം തീയതി, മാർച്ച് 23-ാം തീയതിയായിരുന്നു. അന്നാണ് അവസാനിച്ചത്. മാർച്ച് 23-ന് പുറത്തുവിട്ട കണക്കനുസരിച്ച് ആ കണക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ സർവേ
വോട്ട് വൈബിന്റെ ഒന്നാമത്തെ സർവേ അത് മാർച്ച് 23 വരെ കേരളത്തിലെ ജനമനസ്സ് എങ്ങോട്ടായിരുന്നു, ഏത് മുന്നണിക്കൊപ്പമായിരുന്നു, ആ ഡേറ്റ ഒന്ന് സ്ക്രീനിൽ പെട്ടെന്നൊന്ന് കാണാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. ആ ഡേറ്റ അനുസരിച്ച് LDF 71 ഒരു നാരോ എഡ്ജിൽ LDF കേരളത്തിൽ ഭരണത്തിൽ വരുമെന്നായിരുന്നു നമ്മുടെ ആദ്യഘട്ട സർവേയിൽ 23 മാർച്ചിൽ നടത്തിയ ആദ്യഘട്ട സർവേയിൽ. 23 മാർച്ചിന് അവസാനിച്ച സർവേയാണ്, അതായത് 23 മാർച്ച് വരെയുള്ള സർവേയാണ്. 71 സീറ്റുകളോട് കൂടി LDF, അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 70 സീറ്റാണ്. ഒരു സീറ്റിന്റെ വ്യത്യാസം, അതിൽ പ്ലസ് ഓർ -3 എന്നുള്ള ഒരു കണക്ക് കൂടി അതിൽ കൃത്യമായി തന്നെ ഓർക്കുക. ഇത് എക്സിറ്റ് പോൾ ഫലമല്ല, ഇത് ആദ്യ സർവേ, വോട്ട് വൈബിന്റെ ആദ്യ സർവേ മാർച്ച് 23 അവസാനിച്ച ആദ്യ സർവേയിലെ ആയിരുന്നു ആ കണക്ക്. അതനുസരിച്ച് 71 സീറ്റ് എന്നുള്ള ഒരു നാരോ എഡ്ജ് അവിടെ LDF ഉണ്ടായിരുന്നു. 67 സീറ്റാണ് UDF വേണ്ടി ആ സർവേ ഫലം നൽകിയത്. അവിടെയും ഒരു പ്ലസ് മൈനസ് കണക്കുണ്ട്. ഒപ്പം മൂന്ന് സീറ്റ് അങ്ങനെ LDF ചിലപ്പോൾ 68 ആകാം, ചിലപ്പോൾ 74 ആകാം. UDF 67 ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അത് വേണമെങ്കിൽ 70 ആകാം, ചിലപ്പോൾ 64 ആയിട്ട് കുറയാം. NDAക്ക് 2 സീറ്റ്. ഇത് മാർച്ച് 23 കണക്കനുസരിച്ചുള്ള സർവേ ഫലമായിരുന്നു. ആ സമയത്ത് കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരു സമയമായിരുന്നു. സീറ്റ് തർക്കം ഡൽഹിയിൽ തുടരുന്ന ഒരു സമയമായിരുന്നു. MP-മാർ മത്സരിക്കണോ എന്നുള്ള കാര്യം ആ തർക്കം നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ സർവേ അവസാനിച്ചത്. ആ സമയത്താണ് UDF പിന്നോട്ട് പോകേണ്ടി വന്നു. അവിടെ LDF ചെറിയൊരു മാർജിനിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കണം, വളരെ നാരോ എഡ്ജ്, വളരെ ചെറിയ എഡ്ജിലാണ് LDF അവിടെ ഒരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാകുമെന്ന് പ്രേക്ഷകർ, വോട്ടർമാർ വിധിയെഴുതിയത്. അതിനുശേഷവും അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യം പിണറായി വിജയനായിരുന്നു മുന്നിൽ നിന്നിരുന്നത് അന്ന് ആ മാർച്ച് 23 വരെയുള്ള കണക്കനുസരിച്ച്. അതിനുശേഷം മാർച്ച് 30 വരെയുള്ള കണക്കനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ 2 ആഴ്ച പിന്നിടുന്ന സമയമാണ്. എല്ലാ സ്ഥാനാർത്ഥികളുമായി തർക്കങ്ങൾ അവസാനിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള 30-ാം തീയതി വരെയുള്ള മാർച്ച് 30 വരെയുള്ള കണക്കനുസരിച്ച് 2ാം ഘട്ട സർവേ വോട്ട് വൈബിന്റെ അവിടെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. UDF അവിടെ ഒരു ചെറിയ എഡ്ജ് സംഭവിക്കുന്നത്. 67 മുതൽ 73 വരെ സീറ്റുകൾ UDF ആ സർവേ നൽകുന്നു. ഒരുപക്ഷെ കോൺഗ്രസിലെ നേരത്തെ മഞ്ജുഷ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഈ നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം അവസാനിക്കുന്നു, കോൺഗ്രസ് കളത്തിലിറങ്ങുന്നു, സ്ഥാനാർത്ഥികൾ കൃത്യമായി ഫിക്സ് ചെയ്യപ്പെടുന്നു, സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ കുറിച്ചൊരു ബോധ്യം വരുന്നു. ആ സമയത്ത് 67 മുതൽ 73 വരെ സീറ്റുകൾ നേടി UDF ഒരു നാരോ എഡ്ജ്, ഒരു ചെറിയ LDF എങ്കിലും 71 സീറ്റുകളായിരുന്നു ആദ്യ സർവേയിൽ പറഞ്ഞതെങ്കിൽ രണ്ടാമത്തെ സർവേ ആയപ്പോൾ LDF 64 മുതൽ 70 സീറ്റ് വരെ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ NDA 1 മുതൽ 5 സീറ്റുകൾ എന്നുള്ളതായിരുന്നു. അതായത് 1ഉം 2ഉം ഘട്ട സർവേകൾ തമ്മിലുള്ള വ്യത്യാസം. അതെ, NDAക്ക് കേവലം 1 സീറ്റ് 2 സീറ്റ് മാത്രം പ്രവചിച്ച സ്ഥലത്താണ് ഈ 2 ആഴ്ച പിന്നിട്ടപ്പോൾ 1 മുതൽ 5. അതൊരു പക്ഷേ പ്രചാരണ രംഗത്തെ ഓർക്കുക, ഇത് മാർച്ച് 30 വരെയുള്ള കണക്കനുസരിച്ചുള്ള സർവേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.